ഹലോ, വെൽക്കം ടു മാത്തസിസ് ഓൺലൈൻ ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ ആണ് അല്ലേ. ഇനി ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് ലഗ്രാഞ്ചിസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലഗ്രാഞ്ചിസ് ഇക്വേഷനിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ഇപ്പോൾ നമ്മൾ ഈ രണ്ട് സെക്ഷൻ ഇതിൽ പഠിച്ചിട്ടുള്ളൂ. ഇത് മൂന്നാമത്തെയാണ് ഈ മൊഡ്യൂളിൽ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ മെത്തേഡാണ്. അപ്പോൾ ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ മെത്തേഡ് എപ്പോഴും ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത്. രണ്ടാമത്തത് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ. അത് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിരിക്കും സോൾവ് ബൈ ദ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ എന്ന്. അവിടെ പിന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നില്ല. ഇനി മൂന്നാമത്തത് സോൾവ് ലഗ്രാഞ്ചിസ് ഇക്വേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. ഓക്കെ അല്ലേ. സോൾവ് എന്ന് പറഞ്ഞിട്ടൊരു പി ഡി, ഒരു ഫസ്റ്റ് ഓർഡർ പി ഡി ആണ് തരിക. ഓക്കെ അല്ലേ. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഡോസെറ്റ് ബൈ ഡോ എക്സ് ഡോസെറ്റ് ബൈ ഡോ വൈയിലുള്ള ഒരു പി ഡി ആണ് തരിക. അപ്പോൾ ഇത് ലഗ്രാഞ്ചിസ് ഇക്വേഷൻ ആണോ എന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഫോം ഉണ്ട്. പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ക്യൂ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡിലുള്ള മൂന്ന് ഫങ്ഷൻസാണ്. ഓക്കെ അല്ലേ. സ്മോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ സെഡ് ബൈ ഡോ എക്സ് ഡെറിവേറ്റീവ് നൊട്ടേഷനാണ്. സ്മോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ഡോ സെഡ് ബൈ ഡോ വൈ. അപ്പോൾ സ്മോൾ പിയും സ്മോൾ ക്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെറിവേറ്റീവ്സിനെയാണ്. ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ക്യൂ ക്യാപിറ്റൽ ആർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് വൈ സെഡിലുള്ള മൂന്ന് ഫങ്ഷൻസിനെയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു എൻവലപ്പിന് വിളിക്കുന്ന പേരാണ്, ഈ ഒരു എൻവലപ്പിലാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ പി ഡി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ലഗ്രാഞ്ചിസ് ഇക്വേഷൻ എന്നാണ് പറയുക. ഇനി ഒരു ലഗ്രാഞ്ചിസ് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള പറയാനുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുന്നത് സബ്സിഡിയറി ഇക്വേഷൻസ് എന്ന് പറയും. ഡി എക്സ് ബൈ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഈക്വൽ ടു ഡി സെഡ് ബൈ ആർ. ഇതിനാണ് നമ്മൾ സബ്സിഡിയറി ഇക്വേഷൻസ് എന്ന് പറയുക. അപ്പോൾ ഈ സബ്സിഡിയറി ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിലേക്ക് എത്തുക, ഈ ലഗ്രാഞ്ചിസ് ഇക്വേഷൻ്റെ സൊല്യൂഷനിലേക്ക് എത്തുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു എൻവലപ്പ് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ എൻവലപ്പ് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സബ്സിഡിയറി ഇക്വേഷൻ പറഞ്ഞല്ലോ, ഈ സബ്സിഡിയറി ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ അല്ലേ. അപ്പോൾ സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് എന്ന് തന്നെ പറയാം. ഗ്രൂപ്പിംഗ് മെത്തേഡ്. ഓക്കെ അല്ലേ. അപ്പോൾ ഗ്രൂപ്പിംഗ് മെത്തേഡ് അല്ലെങ്കിൽ അതേപോലെ മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയും. അപ്പോൾ മൾട്ടിപ്ലയർ മെത്തേഡ് അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് മെത്തേഡിലൂടെ അതിനെ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണത്. അപ്പോൾ മൾട്ടിപ്ലയർ മെത്തേഡ് അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് മെത്തേഡിലൂടെ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് രണ്ട് സൊല്യൂഷൻസ് കണ്ടെത്തുന്നു. ഓക്കെ അല്ലേ. ഒന്നിനെ നമ്മൾ യു എന്ന് വിളിക്കുന്നു, യു ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. രണ്ടാമത്തേനെ നമ്മൾ വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ അല്ലേ. പേരിടാണ് ഇതിന്. അപ്പോൾ യു വി എന്ന പേരുള്ള രണ്ട് സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്നു ബൈ ദ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ഓർ ബൈ ദ മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയേഴ്സ്. ഓക്കെ അല്ലേ. കണ്ടെത്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോമിൽ അതിനെ അവതരിപ്പിക്കും. ഒന്നുകിൽ യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വി, ഈ ഒരു എൻവലപ്പ് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ എഫ് ഓഫ് അല്ലെങ്കിൽ ഫൈ ഓഫ്, പല രീതിയിൽ എഴുതാറുണ്ട് കേട്ടോ. എഫ് ഓഫ് യു വി ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഫൈ ഓഫ് യു വി ഈക്വൽ ടു 0 എന്നൊക്കെ എൻവലപ്പിൽ സാധാരണ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ അത് സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാലുള്ളതാണ് ഈ പറയുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഈ സൊല്യൂഷനിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സബ്സിഡിയറി ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് മെത്തേഡിലൂടെ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ മൾട്ടിപ്ലയർ മെത്തേഡിലൂടെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണൊരു ചോദ്യം. സോൾവ് വൈ സ്ക്വയർ സെഡ് ബൈ എക്സ് പി പ്ലസ് എക്സ് സെഡ് ക്യൂ ഈക്വൽ ടു വൈ സ്ക്വയർ. കണ്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ, പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ. അപ്പോൾ ക്യാപിറ്റൽ പി ആണ് ഈ ഫസ്റ്റ്, സ്മോൾ പീൻ്റെ കൂടെ ഉള്ളത്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ പീൻ്റെ സ്ഥാനത്ത്, അതായത് ഇവിടെ നിങ്ങൾ സ്മോൾ പിയും സ്മോൾ ക്യൂവും കാണുന്നുണ്ടല്ലോ, ഇതാണ് ഡെറിവേറ്റീവ് നൊട്ടേഷൻസ്. ഒരു പക്ഷേ ചില ക്വസ്റ്റ്യനിൽ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്നും ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഈ രണ്ട് സ്ഥലങ്ങളിൽ നിങ്ങൾ കാണപ്പെടുക. അപ്പോൾ അതിനാണ് നമ്മൾ ഈ പി എന്നും ക്യൂ എന്നും ഡിനോട്ട് ചെയ്യുന്നത്. അധിക ക്വസ്റ്റ്യനിലും ഈ പിയും ക്യൂ ആണ് ഉണ്ടാവുക. ഇനി അതല്ലെങ്കിൽ ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈ ഉണ്ടാവുക. ഓക്കെ അല്ലേ. അപ്പോൾ ഈ പീൻ്റെ കൂടെ ഉള്ളത് വൈ സ്ക്വയർ സെഡ് ബൈ എക്സ് ആണ്. ക്യൂവിൻ്റെ കൂടെ ഉള്ളത് എക്സ് സെഡ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു എക്സ് വൈ സെഡ് ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്നുള്ളത് അല്ലേ. അതാണ് ക്യാപിറ്റൽ പിയും ക്യാപിറ്റൽ ക്യൂവും. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലുള്ളത് എന്താണ്, വൈ സ്ക്വയർ. വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതും എക്സ് വൈ സെഡിലുള്ള ഫംഗ്ഷൻ. എക്സ് വൈ സെഡിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും സെഡും ഫുൾ പ്രസൻ്റ് ആവണമെന്നില്ല. ഓക്കെ അല്ലേ. ചിലപ്പോൾ വൈ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ എക്സ് ആൻഡ് വൈ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ മൂന്നും ഉണ്ടാവാം, ചിലപ്പോൾ സെഡ് ആവാം. അപ്പോൾ നമ്മൾ ജനറലി പറയുമ്പോൾ എക്സ് വൈ സെഡിലുള്ള ഫംഗ്ഷൻ ആണെന്നാണ് വിളിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യൽ. തന്നിരിക്കുന്ന പ്രോബ്ലം ലഗ്രാഞ്ചിസ് ഇക്വേഷനുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇതൊരു ലഗ്രാഞ്ചിസ് ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യണതിൻ്റെ മുന്നിൽ കാര്യം നമുക്ക് അഡീഷണലായിട്ട് ചെയ്യാം. ഇവിടുത്തെ പീൻ്റെ പ്രത്യേകത വൈ സ്ക്വയർ സെഡ് ബൈ ഇസ് എക്സ് എന്നാണ് അല്ലേ. ഒരു റാഷണൽ ഫോമാണ്.
അപ്പോൾ കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. എങ്കിലും നമുക്ക് ഏറ്റവും നല്ലത് ആ റാഷണൽ ഫോം ഒഴിവാക്കിയിട്ട് ഒരു സിമ്പിൾ ഫോമിൽ അതിനെ എടുക്കുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റിയാൽ മതി നിങ്ങൾ. സോ എന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടല്ലോ നിങ്ങൾ, വൈ സ്ക്വയർ സെഡ് ബൈ എക്സ് ഇൻറ്റു പി പ്ലസ് എക്സ് സെഡ് ഇൻറ്റു ക്യൂ ഇസ് ഇക്വൽ ടു വൈ സ്ക്വയർ. അപ്പോൾ ഈ ബൈ എക്സ് എന്നുള്ളത് ക്യാൻസൽ ചെയ്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ മൾട്ടിപ്ലൈയിങ് ബൈ എക്സ് എന്താ നമ്മളെ ക്വസ്റ്റ്യൻ ഫംഗ്ഷൻ എങ്ങനെ മാറും? അപ്പം വൈ സ്ക്വയർ സെഡ് ഇൻറ്റു പി. ആ എക്സ് വെട്ടിപ്പോവും. നമ്മൾ എക്സ് കൊണ്ട് ഇതിനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഇക്വേഷനെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, വൈ സ്ക്വയർ സെഡ് എക്സും കട്ടായി പോകും അല്ലേ, പി പ്ലസ് ഇവിടെ എക്സ് കൊണ്ട് ഗുണിക്കണം രണ്ടാമത്തെ ടേമിൽ. അപ്പോൾ എക്സ് സ്ക്വയർ സെഡ് ക്യൂ ഈക്വൽ ടു റൈറ്റിലും അത് തന്നെയാണ് അവസ്ഥ, എക്സ് കൊണ്ട് ഗുണിക്കണം. കണ്ടോ? അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് നമ്മൾ റീഅറേഞ്ച് ചെയ്തപ്പോൾ കാണാൻ പറ്റിയത് വൈ സ്ക്വയർ സെഡ് പി പ്ലസ് എക്സ് സ്ക്വയർ സെഡ് ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ അസൽ ഫോം തന്നെയാണ്, നേരത്തെ തന്നതും ഇപ്പോൾ തന്നതും ലഗ്രാഞ്ചിസ് ഇക്വേഷൻ എന്നാണ് സംശയിക്കേണ്ടത് നിങ്ങൾ. പക്ഷേ ഇപ്പോൾ ഈ ക്യാപിറ്റൽ പീൻ്റെ സ്ഥാനത്ത് വരുന്ന വൈ സ്ക്വയർ സെഡ് അല്ലേ, അത് ഒരു ന്യൂമറൽ ഫോം, അതായത് ഒരു എ ബൈ ബി ഫോം അല്ലല്ലോ ഇത്. ഓക്കെ അല്ലേ, ഒരു പെർഫെക്റ്റ് ഫോം, ഒരു എന്താ പറയുക, ന്യൂമറേറ്റർ മാത്രമുള്ളൊരു ഫോമാണത്. ഓക്കെ അല്ലേ? അപ്പോൾ വൈ സ്ക്വയർ സെഡ് ഫ്രാക്ഷണൽ ഫോം ക്യാൻസൽ ആയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ. ആദ്യം പി ഒരു ഫ്രാക്ഷണൽ ഫോം ആയിരുന്നു, അതിപ്പോൾ മാറിക്കിട്ടി അല്ലേ. അപ്പോൾ വൈ സ്ക്വയർ സെഡ് എക്സ് സ്ക്വയർ സെഡ് ക്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, എക്സ് വൈ സ്ക്വയർ ആറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ ആറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സിഡിയറി ഇക്വേഷനിലൂടെ എഴുതുക എന്നുള്ളതാണ് ജോലി. അപ്പോൾ സബ്സിഡിയറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആരൊക്കെ വേണം, പി വേണം, ക്യൂ വേണം, ആർ വേണം അല്ലേ. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ പി, ഇതാണ് ക്യാപിറ്റൽ ക്യൂ, ഇതാണ് ആർ. ദെർഫോർ ഡി എക്സ് ബൈ പി ഈക്വൽ ടു dy by q equal to dz by r implies എന്താ സംഭവിക്കുക, ഡി എക്സ് ബൈ പിൻ്റെ സ്ഥാനത്ത് പാരാണ്, വൈ സ്ക്വയർ സെഡ് ആണ്, ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂവിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ സെഡ്. ഓക്കെ അല്ല. അപ്പോൾ നമ്മൾ ആ റാഷണൽ ഫോം ഒഴിവാക്കി എടുത്തു കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഒഴിവാക്കിയെടുത്തത്, ഈ സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണത്. ഈക്വൽ ടു ഡി സെഡിൻ്റെ ചുവടെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷൻ എക്സ് വൈ സ്ക്വയർ. ഓക്കെ അല്ലേ. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് ഫോളോ ചെയ്യാൻ അല്ലേ, ഒന്നുകിൽ ഗ്രൂപ്പിംഗ് മെത്തേഡ് അല്ലെങ്കിൽ മൾട്ടിപ്ലയർ മെത്തേഡ്. അപ്പോൾ എന്താണ് ഈ ഗ്രൂപ്പിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൂന്ന് ഇക്വേഷനുകൾ കണ്ടല്ലോ, ഡി എക്സ് ബൈ ഡി വൈ ബൈ ഡി സെഡ് ബൈ, ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ടോ അല്ലെങ്കിൽ മൂന്നെടുത്തിട്ടോ ഇവരെ പരസ്പരം കമ്പൈൻ ചെയ്തിട്ടോ, ഐ മീൻ ആഡ് ചെയ്തിട്ടോ സബ്ട്രാക്ട് ചെയ്തിട്ടോ ഒരു ടേം കൊണ്ടോ കോൺസ്റ്റൻ്റ് കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്തിട്ടോ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. അതാണ് ഈ ഗ്രൂപ്പിംഗ് മെത്തേഡിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ആദ്യത്തെ രണ്ട് ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. ഐ മീൻ വി ആർ കൺസിഡറിങ് ഡി എക്സ് ബൈ വൈ സ്ക്വയർ ഇസെഡ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ എക്സ് സ്ക്വയർ ഇസെഡ്. ഓക്കെ അല്ലേ. ഈ മൂന്നെണ്ണത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്താൽ മതിയാവും, ചിലപ്പോൾ ഡി എക്സും ഡി സെറ്റും കൺസിഡർ ചെയ്താൽ മതിയാവും, ചിലപ്പോൾ മൂന്നും കൺസിഡർ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഡി എക്സും ഡി വൈയും തമ്മിലുള്ള ഒരു പ്ലസ് ഓർ മൈനസ് കോമ്പിനേഷനെ ഡി സെറ്റിനോട് കമ്പയർ ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ ഈ സബ്സിഡിയറി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എടുക്കുക. ഓക്കെ അല്ലേ. ഇത് എടുത്തു കഴിഞ്ഞാൽ നോക്കുക, ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സൊല്യൂഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ നോക്കുക. അപ്പോൾ താഴെ ഡി എക്സിൻ്റെ താഴെ വൈ സ്ക്വയർ സെഡും ഡി വൈയുടെ താഴെ എക്സ് സ്ക്വയർ സെഡുമാണ്. ഇവിടെ ഏതെങ്കിലും കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ നമുക്ക്, സെഡും കട്ട് ചെയ്യാം അല്ലേ, ശരിയല്ലേ. ഡി എക്സ് ബൈ ദിസ് ഇംപ്ലൈസ് ഡി എക്സ് ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു സെറ്റും കട്ട് ചെയ്യാം, ഈക്വൽ ടു ഡി വൈ ബൈ എക്സ് സ്ക്വയർ. കണ്ടോ? ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുക ഡി എക്സിൻ്റെ ചുവടെ വൈ സ്ക്വയറും ഡി വൈൻ്റെ ചുവടെ എക്സ് സ്ക്വയറാണ്. ചുരുക്കി പറഞ്ഞാൽ ഡി എക്സും ഡി വൈയും അതിൽ ഉള്ളത് ഓർഡർ എല്ലാം എന്നുള്ളും ഡിസോർഡറായി എടുക്കുകയാണ്, എക്സിനും വൈയിലും മാത്രമുള്ള ടേമാണ് അല്ലേ. ഇങ്ങനെ വന്നാൽ അതായത് നമ്മൾ ഇത്ര നോക്കിയാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക എന്നുള്ളത്, ഈ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് വെട്ടി കളയാൻ പറ്റുക, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. അതിൻ്റെ ശേഷം ബാക്കി വരുന്ന ആൾക്കാർ ഇൻ്റഗ്രബിൾ ആവുക എന്നുള്ളതാണ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടൊരു ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളെ ഫൈനൽ ടാർഗറ്റ്. അപ്പോൾ ഇൻ്റഗ്രബിൾ ആയാലേ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ ഇവിടെ സെഡും കൃത്യമായി വെട്ടിപ്പോയതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞത്. ഒരു പക്ഷേ ആ സെഡ് വെട്ടിപ്പോണില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ ഇത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇൻ്റഗ്രബിൾ. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റിയിരിക്കണം. ഇപ്പോൾ കുഴപ്പമുണ്ടാവില്ല, കാരണം ഡി എക്സിൻ്റെ ചുവടെ വൈ സ്ക്വയർ ആണ്, ഡി വൈൻ്റെ ചുവടെ എക്സ് സ്ക്വയർ ആണെന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ ഈ എക്സ് സ്ക്വയറിനെ ഡി എക്സിൻ്റെ കൂടെയും വൈ സ്ക്വയറിനെ ഡി വൈൻ്റെ കൂടെയും മാറ്റി കൊടുത്താൽ ദേ ആർ ഇൻ്റഗ്രബിൾ.
ഓക്കെ അല്ല, നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൽ നോക്കേണ്ടത്. ഇനി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡി എക്സും ഡി വൈ എടുത്തത്, ഇനി ഡി എക്സും ഡി സെഡ് എടുത്ത് വിചാരിക്കാം. ഡി എക്സും ഡി സെഡ് എടുത്താൽ ഇവിടെ നോക്കുക, നിങ്ങൾ ഡി എക്സിൻ്റെ ചോടെ വൈ സ്ക്വയർ സെഡ്, ഡി സെഡിൻ്റെ ചോടെ എക്സ് വൈ സ്ക്വയർ. അഗെയിൻ വൈ സ്ക്വയറും വെട്ടിപ്പോവാം. അപ്പോൾ ഡി എക്സ് ബൈ സെഡ്, ഡി സെഡ് ബൈ എക്സ് കണ്ടോ, അങ്ങനെ വന്നാൽ കുഴപ്പമില്ല. അപ്പോൾ ഡി എക്സും ഡി സെഡും കൺസിഡർ ചെയ്താൽ അവിടെ എക്സും സെഡും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഡി എക്സും ഡി വൈയും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സും വൈയിലുള്ള ടേം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഡി വൈയും ഡി സെഡും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ വൈയിലും സെഡിലുള്ള ടേം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എങ്കിലും അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഇപ്പോൾ അടുത്ത പോസിബിലിറ്റി നമ്മൾ സപ്പോസ് ഡി വൈയും ഡി സെഡ് എടുത്ത് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ സെഡ്, ഇവിടെ എക്സ് വൈ സ്ക്വയർ കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു എക്സും വെട്ടിക്കളയാനേ പറ്റുള്ളൂ. കാരണം ഒരു സ്ഥലത്ത് എക്സ് സ്ക്വയറും മറ്റേ സ്ഥലത്ത് എക്സും ആണുള്ളത്. അപ്പോൾ ഒരു എക്സും വെട്ടിയാൽ വീണ്ടും അവിടെ റിമൈൻഡറായിട്ട് അവിടെ റിട്ടേൺ ചെയ്യും, അവിടെ വീണ്ടും വരും എക്സ് വരും. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ബാക്ക് നോക്ക്, ഒരു എക്സ് വെട്ടിപ്പോയാൽ ഡി വൈൻ്റെ ചുവടെ എക്സ് സെറ്റ്, ഡി സെറ്റിൻ്റെ ചുവടെ വൈ സ്ക്വയർ കണ്ടോ. അപ്പോൾ അവിടെ എക്സിൻ്റെ പ്രസൻസ് വന്നു, പക്ഷേ നമുക്ക് ഡി വൈയും ഡി സെറ്റും ഉള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ്റഗ്രബിൾ. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിംഗ് സെലക്ട് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇതൊരു ട്രിക്കാണ്. നിങ്ങൾ നോക്കിയിട്ട് കുറേയൊക്കെ നമ്മൾ ചെയ്യുന്ന ടൈപ്പ് തന്നെ ആയിരിക്കും വരിക. പിന്നെ ഞാൻ പ്രീവിയസ് ഇയറിൽ സോൾവ് ചെയ്ത് അയക്കുന്നുണ്ട്, അതൊക്കെ പഠിച്ചാലും മതിയാവും. ഇനി അതല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന വരെ അറ്റ്ലീസ്റ്റ് ഈ ഇക്വേഷനൊക്കെ എഴുതിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ആ സ്റ്റെപ്സിനൊക്കെ മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ. സോ ഇവിടെ ഇത് ഓക്കെ ആണല്ലോ. ഇനി ഇത് ഇൻ്റഗ്രബിൾ ആവണമെന്ന് പറഞ്ഞു. ഇൻ്റഗ്രബിൾ ആവുകയെന്നുണ്ടെങ്കിൽ ഡി എക്സിൻ്റെ കൂടെ എക്സ് ടേമേ വരാൻ പാടുള്ളൂ, ഡി വൈൻ്റെ കൂടെ വൈ ടേമേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ. അപ്പോൾ വേരിയബിൾസിനെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാം. അതായത് എക്സ് ഒക്കെ ഡി എക്സിൻ്റെ കൂടെയും വൈ ഒക്കെ ഡി വൈൻ്റെ കൂടെയും മാറ്റിയെടുക്കുക. അപ്പോൾ ഈ എക്സ് സ്ക്വയർ ഇങ്ങോട്ടും ഈ വൈ സ്ക്വയർ ഇങ്ങോട്ടും കൊണ്ടുപോയാൽ മതി. ശരിയല്ലേ. ഇത് ഇങ്ങോട്ടും കൊണ്ടുപോയാൽ മതി. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ എക്സ് സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഈ വൈ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ വൈ സ്ക്വയർ ഡി വൈ. നൗ ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ അല്ലേ. ദിസ് ഇംപ്ലൈസ് വാട്ട് ഈസ് ഇൻ്റഗ്രേഷൻ ഓഫ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ബൈ 3. ആൻഡ് വാട്ട് ഈസ് ഇൻ്റഗ്രേഷൻ ഓഫ് വൈ സ്ക്വയർ, ദാറ്റ് ഈസ് വൈ ക്യൂബ് ബൈ 3. റിസൾട്ട് മറന്നു പോയിട്ടില്ലല്ലോ. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഈസ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. മറക്കരുത്. ഓക്കെ അല്ലേ. അപ്പോൾ എക്സ് ക്യൂബ് ബൈ 3 ഈക്വൽ ടു വൈ ക്യൂബ് ബൈ 3 പ്ലസ് നമുക്കെപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യണമല്ലോ ഇൻ്റഗ്രേഷൻ അല്ലേ, C1. കാരണം ഇവിടെ നമുക്ക് 2 ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. അടുത്തത് ഇതേപോലെ ഒരു സൊല്യൂഷൻ കാണും, 2 സൊല്യൂഷൻ കാണണം. അവിടെ 2 ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ കാണണം എന്നുള്ളതാണ് ഇവിടുത്തെ ടാർഗറ്റ്. അതിലൊരെണ്ണം കിട്ടി. അപ്പോൾ അതുകൊണ്ട് പ്ലസ് C1. ഒരു ഫസ്റ്റ് ഇൻ്റഗ്രേഷനെ നമ്മൾ ചെയ്തോളും, അതുകൊണ്ട് C1 കിട്ടും. ഓക്കെ അല്ലേ. ഇനി ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് പറയാം. ദിസ് ഇംപ്ലൈസ് ഈ എക്സ് ക്യൂബും വൈ, അതായത് എക്സ് വൈ ടേമുകൾ ഒരുമിച്ചൊരു ഭാഗത്താക്കുക. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ വരാം. ദാറ്റ് മീൻസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് വൈ ക്യൂബ് ബൈ 3 ഈക്വൽ ടു C1. അപ്പോൾ കോൺസ്റ്റൻ്റ് അവസാനം എഴുതിയാൽ മതി. ദിസ് ഇംപ്ലൈസ് ഈ 3 ഫ്രാക്ഷൻ വേണമെങ്കിൽ കട്ട് ചെയ്യാം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എല്ലായിടത്തും. അപ്പോൾ എന്താ സംഭവിക്കുക, എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഈക്വൽ ടു 3C1. ഓക്കെ അല്ലേ. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഈക്വൽ ടു 3C1. C1 കോൺസ്റ്റൻ്റ് ആണ്. 3C1 എന്ന് പറഞ്ഞാൽ അതും എന്ത് തന്നെയാണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ യു എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് ഒരു ഭാഗത്തും ബാക്കി എക്സ് വൈ ടേംസ് അല്ലെങ്കിൽ ഏതാണ് നമുക്ക് കിട്ടിയ ആൻസർ, എക്സ് വൈ അല്ലെങ്കിൽ എക്സ് സെഡ് എന്താ വെച്ചാൽ ആ ആൻസർ ഒരു ഭാഗത്ത് എഴുതുക. ഓക്കെ അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ യു എന്ന് വിളിക്കുക. നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് ഇതേപോലെ ആക്കുമല്ലോ. നോക്കുക, ഇവിടെ നമ്മളിങ്ങനെ സോർട്ട് ചെയ്ത ശേഷം കോൺസ്റ്റൻറ്റ് ഒരുമിച്ചൊരു ഭാഗത്താക്കും. അപ്പോൾ റൈറ്റ് സൈഡിൽ ഫുള്ള് കോൺസ്റ്റൻ്റ് ആക്കി, ലെഫ്റ്റിൽ നമ്മൾ ടേംസിനെ എക്സും വൈ ഉള്ള ടേംസിനാക്കി അല്ലേ. അപ്പോൾ അതിൻ്റെ ശേഷം നിങ്ങളതിന് യു എന്ന് പേരിട്ടാൽ മതി. അപ്പോൾ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സൊല്യൂഷൻ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഫസ്റ്റ് സൊല്യൂഷൻ ഏതാണ്, ദാറ്റ് ഈസ് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ്. അങ്ങനെ പറഞ്ഞാൽ മതി. ഇനി ഈക്വൽ ടു 3C1 എന്ന് പറയണ്ട. ഓക്കെ അല്ലേ. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഈക്വൽ ടു യു ആണ് ഇതിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബാണ് ഇവിടുത്തെ ഫസ്റ്റ് സൊല്യൂഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത സൊല്യൂഷൻ. അപ്പോൾ അടുത്ത സൊല്യൂഷനും ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിംഗ് മെത്തേഡ് ഉപയോഗിച്ചത്, ഇതിന് നമ്മൾ ഗ്രൂപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ ഗ്രൂപ്പിംഗ് ഫെയിലിയർ ആകുമ്പോൾ നമ്മൾ മൾട്ടിപ്ലയർ മെത്തേഡിലേക്ക് പോകാം. എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ പേര് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ടേം കൊണ്ടോ ഡിജിറ്റ് കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് ഇതിൻ്റെ ഫൈനൽ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡി എക്സും ഡി വൈയും ആദ്യത്തെ 2 ഇക്വേഷൻ എടുത്തിട്ടാണ് സോൾവ് ചെയ്തത് അല്ലേ. ഇനി
അടുത്ത രണ്ട് പോസിബിലിറ്റി വെക്കുക. ഇനി ഫസ്റ്റും തേർഡും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റും തേർഡും എടുക്കുമ്പോൾ എന്താ പ്രശ്നമുണ്ടോ? ഫസ്റ്റും തേർഡും ഡി എക്സും ഡി സെറ്റും എടുത്തു കഴിഞ്ഞാൽ നോക്ക് നിങ്ങൾ ആദ്യം പറ്റുമില്ല എന്നുള്ളത്. ഡി എക്സിൻ്റെ ചുവടെ വൈ സ്ക്വയർ സെറ്റ്, ഡി സെറ്റിൻ്റെ ചുവടെ എക്സ് വൈ സ്ക്വയർ ആണ് അല്ലേ. വൈ സ്ക്വയറും വെട്ടിപ്പോയാൽ ഡി എക്സിൻ്റെ ചുവടെ സെറ്റാണ്, ഡി സെറ്റിൻ്റെ ചുവടെ എക്സ് ആണ്. ദാറ്റ് ഈസ് ഓക്കെ. അപ്പോൾ നോക്കിയാൽ മതി, ഡി എക്സും ഡി സെറ്റും നമ്മൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ എക്സും സെറ്റിലുള്ള ടൈം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്കതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ വരുള്ളൂ. അപ്പോൾ അത് ഓക്കെയാണ്, അത് പോസിബിളാണ്. ഇനി അതല്ലെങ്കിൽ അടുത്ത പോസിബിലിറ്റി എന്താണ്? ഡി വൈയും ഡി സെറ്റും. ഡി സെറ്റും നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പ്രോബ്ലം എന്താ? ഒരു എക്സും ഒരു എക്സ് വെട്ടിപ്പോഴുള്ളൂ, ബാക്കി ഒരു എക്സ് അഡീഷണലായിട്ട് ഇവിടെ വരും. അപ്പോൾ ഡി വൈയും ഡി സെറ്റും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ എക്സ് വരാൻ പാടില്ല, ഓൺലി വൈ ആൻഡ് സെറ്റ് ടേംസ്. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി ഇവിടെ പറ്റില്ല. So the only possibility next is considering dx and dz, first and third equation. Therefore dx by y square z is equal to dz by xy square implies എന്താ സംഭവിക്കുക? ഒരു വൈ സ്ക്വയർ ഇവിടെയുണ്ട്, വെട്ടിക്കളയാം. ബാക്കി ഡി എക്സ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു ഡി സെഡ് ബൈ എക്സ്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അല്ലേ. ഡി എക്സും ഡി സെഡും അതിൽ എക്സും സെറ്റും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഓർഡർ തെറ്റിയിട്ടാണ് കിടക്കുന്നത്. ഡി എക്സിൻ്റെ കൂടെ സെറ്റ് വന്നിട്ട് കാര്യമില്ല, നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഡി സെറ്റിൻ്റെ കൂടെ എക്സ് വന്നിട്ടും കാര്യമില്ല, നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ എക്സ് ടേം ഡി എക്സിൻ്റെ കൂടെയും സെഡ് ടേം ഡി സെറ്റിൻ്റെ കൂടെ ആവണം, അതിൻ്റെ ഓർഡർ അനുസരിച്ച്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാം. എന്താ പ്രകാരം നോക്ക്, ദാറ്റ് ഇംപ്ലൈസ് ഈ എക്സ് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഈ സെഡ് അങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പോൾ സെഡ് ഡി സെഡ് എന്ന് വരും അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദെയർഫോർ ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് ദാറ്റ് ഈക്വൽ ടു എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? 1 അല്ല, അത് ഡെറിവേറ്റീവ് ആണ് കേട്ടോ, തെറ്റിക്കരുത്. ഈ ഫോർമുല ഉപയോഗിക്കാൻ പാടുള്ളൂ നിങ്ങൾ. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഈസ് എക്സ് റേസ് ടു n + 1 by n + 1 x square by 2 ഈക്വൽ ടു ഇൻ്റഗ്രൽ സെഡ് ഈസ് z square by 2 പ്ലസ് c2. c1 ഓൾറെഡി നമ്മൾ എടുത്തതാണ്, ഇനി c2 മതി. ഇനി എന്ത് ചെയ്യുക? ഈ എക്സും സെഡും ടേംസ് ഒരുമിച്ചും കോൺസ്റ്റൻറ്റ് മറ്റേ സൈഡിൽ വെക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് സെഡ് സ്ക്വയർ ബൈ 2 ഈക്വൽ ടു c2 വിച്ച് ഇംപ്ലൈസ് ഫ്രാക്ഷൻ ആണെങ്കിൽ കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രാക്ഷനോടൊക്കെ എടുത്തിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലർ ഇപ്പോൾ x³ 3 - y³ ഈക്വൽ ടു യു എന്ന് എടുക്കും, അതൊന്നും പ്രശ്നമില്ല. അത് വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി, യാതൊരു നിർബന്ധമില്ല. നമ്മളതൊരു സൗകര്യത്തിന് വേണ്ടി കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെ എടുത്തിട്ടൊരു കുഴപ്പമില്ല, അതിനെ ഈക്വൽ ടു വി എന്നാണ്ട് പറഞ്ഞാലും മതി. ഓക്കെ അല്ലേ? കോൺസ്റ്റൻറ്റ് ആക്കിയ ശേഷം കോൺസ്റ്റൻറ്റ് ഒരു ഭാഗത്തും ടേം ഒരു ഭാഗത്തേക്കിട്ട് തന്നെ യു അല്ലെങ്കിൽ വി എന്ന് പേരിട്ടാൽ മതി. യു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സൊല്യൂഷൻ, വി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സൊല്യൂഷൻ. അത്ര അതിൻ്റെ മീനിങ് അതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ, അതിനും കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഇവിടെ ഞാൻ സൗകര്യത്തിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഫ്രാക്ഷൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 2c2. 2c2 കോൺസ്റ്റൻ്റ് ആണ്, സോ വി ക്യാൻ ഇക്വേറ്റ് ഇറ്റ് ടു വി. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സൊല്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷനും കിട്ടി യു, സെക്കൻഡ് സൊല്യൂഷനും കിട്ടി വി. ദെയർഫോർ അവർ കംപ്ലീറ്റ് സൊല്യൂഷൻ, നമ്മളതിനെ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്നാണ് ആ എൻവലപ്പിനെ സൂചിപ്പിക്കുക. അപ്പോൾ കംപ്ലീറ്റ് സൊല്യൂഷൻ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാമെന്ന് പറഞ്ഞു അല്ലേ. ഒന്നുകിൽ യു ഈക്വൽ ടു എഫ് ഓഫ് വി എന്ന്, അല്ലെങ്കിൽ എഫ് ഓഫ് യു വി ഈക്വൽ ടു 0. ഈ രണ്ട് പാറ്റേണിൽ നമുക്ക് ഈ സൊല്യൂഷൻ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പാറ്റേണോടെ ഫോളോ ചെയ്താൽ മതി. സോ വാട്ട്, ഈ ഒരു പാറ്റേൺ ആയിക്കോട്ടെ. സോ ദിസ് ഇംപ്ലൈസ് യു നമുക്ക് എന്താ കിട്ടിയത്? ഫസ്റ്റ് സൊല്യൂഷൻ എന്താ കിട്ടിയത്? x³ - y³. ഞാൻ പറഞ്ഞത് ഞങ്ങൾ x³ 3 - y³ എഴുതിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ. ഈക്വൽ ടു c1 നമ്മൾ എടുത്തില്ലേ, ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നേരെ ഈക്വൽ ടു യു എന്നുകൊണ്ട് കൊടുത്തിട്ട് ഇതിനെ യു ആയിട്ട് എടുത്താലും മതി, നോ പ്രോബ്ലം. അപ്പോൾ x³ - y³ ഈക്വൽ ടു എഫ് ഓഫ് സെക്കൻഡ് യു ഈക്വൽ ടു എഫ് ഓഫ് വി. വി മീൻസ് വാട്ട്? x² - z². ഇതാണ് സൊല്യൂഷൻ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കണു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കുക. സോൾവ് xp - y³ ഈക്വൽ ടു y² - x².
അപ്പോൾ എക്സാമിന് ഇനി ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ലഗ്രാഞ്ചീസ് ഇക്വേഷനാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ, പി പി പ്ലസ് ക്യൂ ക്യൂ പ്ലസ് ഓർ മൈനസ്, നോ പ്രോബ്ലം. അത് ആ ഫംഗ്ഷൻ നെഗറ്റീവ് വരുമ്പോഴാണ് ഇവിടെ മൈനസ് വരിക. ആക്ച്വലി പ്ലസ് പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡിലുള്ള ഒരു ഫംഗ്ഷൻ. അത് ചിലപ്പോൾ വൈയും സെഡും ഉണ്ടാവണമെന്നില്ല, എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലയിടത്ത് വൈ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലയിടത്ത് സെഡ് മാത്രമേ ഉണ്ടാവും. ഈ 3 വേരിയബിൾ ഉപയോഗിച്ചൊരു എക്സ്പ്രഷൻ ആയിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ പിൻ്റെ സ്ഥാനത്ത് എക്സ് വരുന്നു, ക്യാപിറ്റൽ ക്യൂവിൻ്റെ സ്ഥാനത്ത് മൈനസ് വൈ വരുന്നു. ഓക്കെ അല്ലേ? ഇവിടെ പ്ലസ് ഉണ്ടെങ്കിൽ വൈ, മൈനസ് ആണെങ്കിൽ ആ മൈനസ് ഇതിനോട് കൂടെ സപ്ലിമെൻറ്റ് ചെയ്യുക, കൂട്ടുക. അതേപോലെ ക്യാപിറ്റൽ ആറിൻ്റെ സ്ഥാനത്ത് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ അല്ലേ? ഇതിനാണ് നമ്മൾ ലഗ്രാഞ്ചീസ് ഇക്വേഷൻ എന്ന് പറയുക. അപ്പോൾ തന്നത് ലഗ്രാഞ്ചീസ് ഇക്വേഷനാണ്. നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഉടൻ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ക്യൂ ആർ എന്നുള്ളത് ആരാന്നവിടെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പിൻ്റെ സ്ഥാനത്ത് ആരാണ്? എക്സ്, ക്യാപിറ്റൽ പിൻ്റെ സ്ഥാനത്ത്. ക്യാപിറ്റൽ ക്യൂവിൻ്റെ സ്ഥാനത്ത് മൈനസ് വൈ ആൻഡ് ആറിൻ്റെ സ്ഥാനത്ത് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നേരത്തെ പോലെ ഇവിടെ ഒന്നും മൾട്ടിപ്പിൾ ചെയ്യണമെന്നില്ല, കാരണം ഓൾറെഡി ഇത് ഒരു റാഷണൽ ഫോമിലല്ല, അല്ലെ, എ ബൈ ബൈ ഫോമിലല്ല. അപ്പോൾ കുഴപ്പമില്ല. ഇനി അടുത്തത് സബ്സിഡിയറി ഇക്വേഷൻ എഴുതാം. ദെർഫോർ ഡി എക്സ് ബൈ പി ക്യാപിറ്റൽ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു ഡി സെഡ് ബൈ ആർ. ദിസ് ഇംപ്ലൈസ് dx by p, p means x, equal to dy by q minus y equal to dz by r, y square minus x square. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഗ്രൂപ്പിംഗ് മെത്തേഡ് പറ്റുമോ ഇല്ല എന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയാൽ മതി, എടുത്ത് നോക്കിയാൽ മതി. സപ്പോസ് ഡി എക്സും ഡി വൈയും ആദ്യം എടുത്തു. അപ്പോൾ ഡി എക്സും ഡി വൈയും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്യാനൊന്നുമില്ല, പ്രത്യേകിച്ച് കോമൺ ഒന്നും അറിയില്ല. പക്ഷേ ഡി എക്സിൻ്റെ ചുവടെ എക്സ്, ഡി വൈൻ്റെ ചുവടെ വൈ. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഇൻ്റഗ്രബിൾ. സോ ഈ ഗ്രൂപ്പിംഗ് പെയർ ഓക്കെയാണ്. ഓക്കെ അല്ലേ? ഇത് ഓക്കെയാണ്. ഇനി അതല്ല, നിങ്ങൾ ഡി എക്സും ഡി സെഡ് എടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഡി എക്സും ഡി സെഡുമാണ് നമ്മൾ എടുത്തതെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഇവിടെ ഡി എക്സിൻ്റെ ചുവടെ എക്സും ഡി സെഡിൻ്റെ ചുവടെ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ട്രബിളാണ്. കാരണം എന്താ? ഡി എക്സും ഡി സെഡും കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ വൈ ടേം വരാൻ പാടില്ല. ഇനി അഥവാ വന്നാൽ അത് ക്യാൻസൽ ചെയ്ത് പോകണം. ഇവിടെ ക്യാൻസൽ ചെയ്യൂല്ല, അതവിടെ നിൽക്കുകയും ചെയ്യും. സോ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചൂസ് ചെയ്യരുത്. നെക്സ്റ്റ് ഡി വൈയും ഡി സെഡും എടുക്കുക. ഡി വൈൻ്റെ ചുവടെ മൈനസ് വൈ, ഡി സെഡിൻ്റെ ചുവടെ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. പറ്റൂല. കാരണം എന്താണ്? വൈ വന്നു, പക്ഷേ എക്സ് വന്നു. ഉണ്ടോ? ഡി വൈയും ഡി സെഡും എടുക്കുമ്പോൾ വൈയും സെഡ് വരാൻ പാടുള്ളൂ, അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പോസിബിലിറ്റി എളുപ്പമുള്ളത് ഏതാണ്? ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഡി എക്സ് ബൈ എക്സ് ഫസ്റ്റ് ടു ഇക്വേഷൻ ഈക്വൽ ടു ഡി വൈ ബൈ മൈനസ് വൈ. ഓക്കെ അല്ലേ? ദാറ്റ് ഇംപ്ലൈസ് ഇത് ഓൾറെഡി പാറ്റേൺ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ചൊറൊന്നുമില്ല അല്ലേ? നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇൻ്റഗ്രൽ ഡി വൈ ബൈ മൈനസ് വൈ. ഡി വൈ ബൈ മൈനസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് കൊണ്ട് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഡി വൈ ബൈ വൈ. ഇതിൻ്റെ മീനിങ് താഴെ എക്സ്, മോളിൽ ഡി എക്സ്. ഡി മീൻസ് ഡെറിവേറ്റീവ്. ഓക്കെ അല്ലേ? ഡി ഓഫ് എക്സ് എന്നാണത്, ഡെറിവേറ്റീവ് ഓഫ് എക്സ്. അപ്പോൾ എക്സ് താഴെയും എക്സിൻ്റെ ഡെറിവേറ്റീവ് മുകളിലും, വൈ താഴെയും വൈൻ്റെ ഡെറിവേറ്റീവ് മുകളിലും. ഒരു ടേം താഴെയും അതിൻ്റെ ഡെറിവേറ്റീവ് മുകളിലും വരുമ്പോഴാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ഔട്ട്പുട്ട് ലോഗ് കിട്ടുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ 1/x ഡി എക്സിനാണ് ലോഗ് എക്സ് എന്ന് വിളിക്കുന്നത് അല്ലേ? ഇതെന്തുകൊണ്ടാണ് ലോഗ് എക്സ് വന്നത്? താഴെ എക്സ്, മുകളിൽ എക്സിൻ്റെ ഡെറിവേറ്റീവ്. 1 എക്സിൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പോൾ ഒരു ടേം താഴെയും അതിൻ്റെ ഡെറിവേറ്റീവ് മുകളിലും വരുമ്പോൾ ഒക്കെ അത് ഇൻ്റഗ്രേഷൻ്റെ ഔട്ട്പുട്ട് ഡയറക്റ്റായിട്ട് എങ്ങോട്ട് പോയിക്കോളും? അത് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കോളും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? താഴെ എക്സ്, മുകളിൽ ഡി എക്സ്. മുകളിൽ 1 ആണ് വരേണ്ടത്, പക്ഷേ അത് നോക്കണ്ട നിങ്ങൾ, ഈ ഡി എക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവാണ് ഡി എക്സ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അത് അങ്ങനെ വിചാരിക്കാമല്ലോ നിങ്ങൾക്ക്. ഇതിങ്ങനെ എടുക്കാമല്ലോ, ഇൻ്റഗ്രൽ ഇങ്ങനെ എടുക്കാം, നോ പ്രോബ്ലം. ഉണ്ടോ? ഈ 1 ഡി എക്സ് ആണ് ഡി എക്സ് എന്ന് പറയുന്നത്, കറക്റ്റ് അല്ലേ? ഇൻ്റഗ്രൽ 1 ഡി എക്സ് ആണ് ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1/x ഡി എക്സ് എന്ന് തന്നെയാണത്. ഇൻ്റഗ്രൽ ഡി വൈ ബൈ വൈ എന്ന് പറഞ്ഞാൽ 1/y ഡി വൈ എന്ന് തന്നെയാണത് മീനിങ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇൻ്റഗ്രൽ 1/x ഡി എക്സ്? ലോഗ് എക്സ്.
അപ്പോൾ ഇൻ്റഗ്രൽ 1/y dy ലോഗ് y. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് log x ഈക്വൽ ടു മൈനസ് ലോഗ് y. അപ്പോൾ ആൻസറിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ലോഗോ അല്ലെങ്കിൽ രണ്ടും ലോഗ് വന്നാലൊക്കെ നമ്മൾ കോൺസ്റ്റൻറ്റിന് ലോഗ് തന്നെ കൊടുക്കുക, എങ്കിൽ അത് സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ലോഗ് C1 കറക്റ്റ്. യെസ്, ദാറ്റ് ഈസ് ലോഗ് എക്സ് മൈനസ് ലോഗ് വൈനെ അങ്ങോട്ട് കൊണ്ടുവരിക. പ്ലസ് ലോഗ് വൈ ഈക്വൽ ടു ലോഗ് C1. കോൺസ്റ്റൻ്റ് ഒരുമിച്ചൊരു ഭാഗത്ത് എഴുതിയാൽ മതി. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലോഗ് ഓഫ് എ ബി. ഓക്കെ അല്ലേ? ലോഗ് എ പ്ലസ് ലോഗ് ബി മീൻസ് വാട്ട്? ലോഗ് ഓഫ് എ ബി. അപ്പോൾ ഈ റിസൾട്ടുകളൊക്കെ നോട്ട് ചെയ്തോളാം, അറിയില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ? ലോഗ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം ഈക്വൽ ടു ലോഗ് C1. ഇപ്പോൾ രണ്ട് ഭാഗത്തും ലോഗ് ഉണ്ടല്ലോ, രണ്ട് ഭാഗത്തും ലോഗ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ക്യാൻസൽ ചെയ്യാം, മാറ്റിയെടുക്കാം. സോ ദിസ് ഇംപ്ലൈസ് എക്സ് വൈ ഈക്വൽ ടു C1. ലോഗ് പരസ്പരം വെട്ടിക്കളഞ്ഞാൽ മതി രണ്ട് ഭാഗത്തും. ഇതാണ് നമ്മളെ ഫസ്റ്റ് സൊല്യൂഷൻ, അതായത് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സൊല്യൂഷൻ എന്നുള്ള മീനിങ്ങാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ യു നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ദാറ്റ് ഈസ് എക്സ് വൈ. ഇനി നമുക്ക് വി രണ്ടാമത്തെ സൊല്യൂഷനിലേക്ക് കിടക്കാനുള്ളത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ടും ഗ്രൂപ്പിംഗിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നു അല്ലേ. ഡി എക്സും ഡി വൈയും പിന്നെ അതാ ഡി എക്സും ഡി സെറ്റിലും കിട്ടി. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഡി എക്സും ഡി വൈയും അല്ലാതെ വേറെ പോസിബിലിറ്റി ഇതേപോലെ രണ്ടെണ്ണം എടുത്താൽ കിട്ടില്ല. ഡി എക്സും ഡി സെറ്റ് എടുത്താൽ പറ്റില്ല, ഡി വൈയും ഡി സെറ്റ് എടുത്താൽ പറ്റില്ല അല്ലേ. ഒരു വേരിയബിൾ എക്സ്ട്രാ വരുന്നു, അതായത് ഇതിലില്ലാത്തൊരു വേരിയബിൾ കടന്നു വരുന്നുണ്ട്, അതിന് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇനി അത് പറ്റൂലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മൾട്ടിപ്ലയർ മെത്തേഡ് എന്നൊരു മെത്തേഡ് വരാണ്ട്, അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഗ്രൂപ്പിംഗ് ഇനിയും പറയാണ്ട്. ഗ്രൂപ്പിംഗ് നമ്മളിപ്പോൾ ഓരോരോ സിമ്പിൾ ഇക്വേഷൻ എടുത്തത്, ഒന്നുകിൽ ഡി എക്സും ഡി വൈയും, അല്ലെങ്കിൽ ഡി എക്സും ഡി സെറ്റും, അല്ലെങ്കിൽ ഡി വൈയും ഡി സെറ്റും. അതാണ് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ട ഒരു ട്രയലായിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതല്ലെങ്കിൽ ഡി എക്സും ഡി വൈയും ക്ലബ് ചെയ്തെടുക്കുക. നമുക്ക് ഡി എക്സും ഡി വൈയും ക്ലബ് ചെയ്യുക മീൻസ് ഒന്നുകിൽ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഐ മീൻ ഡി എക്സ് പ്ലസ് ഡി വൈ. അപ്പോൾ മുകളിൽ എന്താണോ നിങ്ങൾ എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് അതേപോലെ താഴെയും കൊണ്ടുപോയാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഡി എക്സും ഡി വൈയും നിങ്ങളെടുത്തു, അത് നിങ്ങൾക്ക് കുറച്ചിട്ടാണ് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ താഴെ ഈ ഡിനോമിനേറ്റേഴ്സും അതേപോലെ കുറയ്ക്കുക. ഇനി ഇവിടെ നിങ്ങൾ ആഡാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയും അതേപോലെ ഇവരെ തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുക. അപ്പോൾ ഇനി അങ്ങനെ നോക്കുക, ഇതിൽ ഏതെങ്കിലും രണ്ട് പേരെടുത്തിട്ട് മൂന്നാമനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ഒരാൾ ഡി എക്സിന് എടുത്തിട്ട് ഡി വൈയും ഡി സെറ്റും കൂടെ പറ്റുമോ, അതല്ലെങ്കിൽ മൂന്നും കൂടെ എടുത്തിട്ട് കൂട്ടിയിട്ട് താഴെ വരുന്ന എന്താ നോക്കിയാലും മതി. അതാണ് മൾട്ടിപ്ലയർ മെത്തേഡ് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ മൾട്ടിപ്ലയർ മെത്തേഡിൽ കണ്ടെത്തും. ഓക്കെ, അപ്പോൾ അത് പറ്റുമെന്ന് നോക്കാം. ആദ്യം ഡി എക്സും ഡി വൈയും എടുത്താൽ എന്താ സംഭവിക്കുക? ഡി എക്സും ഡി വൈയും എടുത്താൽ പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, ഈ മെത്തേഡ് ഇപ്പം നിങ്ങളിങ്ങനെ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മളോരോ പോസിബിലിറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ. ഡി എക്സും ഡി വൈയും പറ്റുമോ നോക്കാം, ഡി എക്സും ഡി സെറ്റും പറ്റുമോ നോക്കാം. ചില ക്വസ്റ്റ്യനിൽ ഇതെല്ലാം പറ്റുന്നുണ്ടാവും. അപ്പോൾ ചില ആൾക്കാർ ഡി എക്സും ഡി വൈ എടുത്തിട്ടുണ്ടാവും, ചില ആൾക്കാർ ഡി എക്സും ഡി സെറ്റ് എടുത്തിട്ടുണ്ടാവും. അത് അവർക്ക് രണ്ട് ആൻസർ കിട്ടി. ചില ആൾക്കാർ ഡി എക്സും ഡി വൈ എടുത്തിട്ടുണ്ടാവും, ചിലർ ഡി വൈയും ഡി സെറ്റും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം കണ്ട ആളതും ഈ രണ്ടാമത് കണ്ട ആളെയും സൊല്യൂഷൻ വ്യത്യാസം ഉണ്ടാവും. അത് പ്രശ്നമാക്കണ്ട. ഓക്കെ അല്ലേ? നമ്മൾ ചെയ്തത് കറക്റ്റാണ് നമുക്കങ്ങനെ മനസ്സിലാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്തത് കറക്റ്റാണെങ്കിൽ മാത്രമേ അവിടെ ഇൻ്റഗ്രേഷൻ നടക്കുകയുള്ളൂ. ഒരിക്കലും തെറ്റി വന്നാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ്റഗ്രേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, അതിൻ്റെ ആൻസർ കിട്ടിയോ എങ്കിൽ നിങ്ങൾ ചെയ്ത മെത്തേഡും പക്ക കറക്റ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. സോ ഇവിടെ അപ്പം ഞാൻ പറഞ്ഞത് ഡി എക്സും ഡി വൈയും ഒരുമിച്ച് എടുത്തു നോക്ക്. അപ്പോൾ ഡി എക്സും ഡി വൈയും ഒരുമിച്ച് കൂട്ടിയാൽ എക്സ് മൈനസ് വൈ വരും താഴെ. ഇനി അതല്ല ഡി എക്സ് മൈനസ് ഡി വൈ എടുത്തു കഴിഞ്ഞാലോ എക്സ് മൈനസ് മൈനസ് വൈ. ന്യൂമറേറ്ററിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ ഡിനോമിനേറ്ററിലും ചെയ്യണം. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് വരും അല്ലേ. പിന്നെ അടുത്ത ആൾ അപ്പം നമ്മൾ ഡി എക്സും ഡി വൈയും നമ്മൾ കൂട്ടിയെടുത്തു. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇതിനെ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാം? ഡി സെറ്റിനേറ്റോ അല്ലെങ്കിൽ ഡി വൈനേറ്റോ അല്ലെങ്കിൽ ഡി എക്സിനേറ്റോ ഒക്കെ എടുക്കാം. ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് നോക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ട്രിക്ക്, ഒരു ഐഡിയ ആണ്, ഒരു ലോജിക്ക് ഉപയോഗിച്ചിട്ടുള്ളൊരു കണക്ക് മാത്രമാണ് അത്. ഓക്കെ അല്ലേ? അപ്പോൾ ഡി എക്സും ഡി വൈ ഉള്ളത് നമുക്ക് എടുത്ത് നോക്കാം. ലൈക്ക് ഡി എക്സ് പ്ലസ് ഡി വൈയും പറ്റും, മൈനസ് ഡി വൈയും പറ്റും കേട്ടോ. നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ പ്ലസ് ഡി വൈ എടുക്കുക അല്ലേ, ബൈ അതേപോലെ താഴത്ത് എഴുതുക. താഴത്ത് ന്യൂമറേറ്റേഴ്സ് തമ്മിലാണ് നമ്മൾ കൂട്ടിയത് മുകളിൽ, അപ്പോൾ താഴത്ത് ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ കൂട്ടുക. അപ്പോൾ എന്താ വരിക? എക്സ് പ്ലസ് മൈനസ് വൈ അഥവാ എക്സ് മൈനസ് വൈ ഈക്വൽ ടു
റൈറ്റ് സൈഡിൽ ഡി സെഡ് ബൈ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അവിടെ പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത്ര പർപ്പസ് വരുന്നുള്ളൂ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഡി എക്സ് പ്ലസ് ഡി വൈ എടുത്തു, ഓക്കെ, ഡി സെഡ് എടുത്തു, അവസാനം നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റണം. അങ്ങനെ പറ്റണില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തെറ്റായ രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡ് ഡി എക്സ് പ്ലസ് ഡി വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ആണല്ലോ. ഇനി റൈറ്റ് സൈഡിൽ വരുന്നത് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് അല്ലേ. ഐ മീൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി പാറ്റേൺ ആണ് അല്ലേ. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ വരുന്നത്. വൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ ഹിയർ വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ് ഉണ്ടോ. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ വന്നിരുന്നെങ്കിൽ ഈ എക്സ് പ്ലസ് വൈയും ഈ എക്സ് പ്ലസ് വൈ കൊണ്ട് വെട്ടാമായിരുന്നു. ഇവിടെ എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ ഡി എക്സ് മൈനസ് ഡി വൈ എടുത്താൽ ഇവിടെ എക്സ് പ്ലസ് വൈ ആവും. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടൊക്കെ മാറ്റാം. ഓക്കെ അല്ലേ? ചിലർ ഡി എക്സ് മൈനസ് ഡി വൈയിലാവും ചെയ്തിട്ടുണ്ടാവുക, ചിലർ ഡി എക്സ് പ്ലസ് ഡി വൈയിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലും ചെയ്തിട്ടുണ്ടാവുക. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വൈ ആണ് വരുന്നത്, ഇവിടെ വരുന്നത് വൈ മൈനസ് എക്സ് ആണ്. ഇവർ തമ്മിൽ ഈക്വൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഐ മീൻ എ മൈനസ് ബി ബി മൈനസ് എ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സെയിം ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഈ ഒരു വ്യത്യാസമുണ്ട്. എ മൈനസ് ബിയും ബി മൈനസ് സിയും തമ്മിൽ എന്താ വ്യത്യാസം? മൈനസ് ഓഫ് ബി മൈനസ് എ ആണ് എ മൈനസ് ബി, അല്ലാതെ എ മൈനസ് ബി എന്തല്ല ബി മൈനസ് എയും സെയിം അല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഇംപ്ലൈസ് ഡി എക്സ് പ്ലസ് ഡി വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഡി സെഡ് ബൈ വൈ പ്ലസ് എക്സ് ഇൻറ്റു മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ. കണ്ടോ? ഇപ്പോൾ ഇത് സെയിം ആയി. അപ്പോൾ ഈ എക്സ് മൈനസ് വൈയും ഈ എക്സ് മൈനസ് വൈ കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്ത് വരും? ദിസ് ഇംപ്ലൈസ് ഡി എക്സ് പ്ലസ് ഡി വൈ ഡിവൈഡഡ് ബൈ, ഇവിടെ ആരുമില്ല, വണ്ണേ ഉള്ളൂ അല്ലേ, 1 ഈക്വൽ ടു ഡി സെഡ് ഡിവൈഡഡ് ബൈ മൈനസ് ഉണ്ട് ഓഫ് വൈ പ്ലസ് എക്സ്. ഇപ്പോൾ ലെഫ്റ്റിൽ ഡി എക്സ് പ്ലസ് ഡി വൈ, ഡി എക്സ് ടേമും ഡി വൈ ടേമും കമ്പൈൻഡ് ആയിട്ട് റൈറ്റിൽ ഡി സെഡ് മാത്രം. അപ്പോൾ നമ്മൾ ഇനി സോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് കുഴപ്പമില്ല അങ്ങനെ വരുന്നുള്ളൂ. കാരണം എന്താണ്? ഇവിടെ എക്സും വൈയും സെഡും വരാം, കാരണം 3 പേരും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വൈ പ്ലസ് എക്സ് മാത്രമേ വരുന്നുള്ളൂ, ഇതിനകത്ത് സെഡൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? വൈയും എക്സും കെടുക്കേണ്ടതല്ല എപ്പോഴും ഡി എക്സിൻ്റെയും ഡി വൈൻ്റെയും കൂടെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും വൈ പ്ലസ് എക്സ് കെടുക്കേണ്ടത് ആക്ച്വലി എവിടെ തന്നെ ആയിരിക്കണം? ഡി എക്സ് പ്ലസ് ഡി വൈൻ്റെ കൂടെ തന്നെ ആയിരിക്കണം. ഓക്കെ അല്ലേ? ഇതിപ്പോൾ ഡി എക്സ് ഒറ്റയ്ക്കും ഡി വൈ ഒറ്റയ്ക്കല്ലല്ലോ, അവർ മിങ്കിൾഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വൈ പ്ലസ് എക്സ് കെടുക്കേണ്ടത് ഡി എക്സ് പ്ലസ് ഡി വൈൻ്റെ കൂടെ ആയിരിക്കണം. സെഡ് ഉണ്ടെങ്കിൽ അത് കെടുക്കേണ്ടത് ഡി സെഡിൻ്റെ കൂടെ, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ അല്ലേ? അപ്പോൾ ആ മൈനസ് അവിടെ നിന്നോട്ടെ, നമുക്ക് ആ വൈ പ്ലസ് എക്സിനെ അങ്ങോട്ട് കൊണ്ടുവരാം. വൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ എന്നല്ലേ, അത് സർക്കിളിൽ, ബിക്കോസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ, നോ പ്രോബ്ലം അല്ലേ. അപ്പോൾ വൈ പ്ലസ് എക്സും എക്സ് പ്ലസ് വൈയും സെയിം ആണ്. അപ്പോൾ ഞാൻ എക്സ് പ്ലസ് വൈ എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇംപ്ലൈസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡി വൈ ഈക്വൽ ടു ഡി സെഡ് ബൈ മൈനസ് 1 എന്ന് വരിക അല്ലേ, അതായത് മൈനസ് ഡി സെഡ്. അപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. അത്രയുള്ള സംഭവം, താഴെ മൈനസ് വന്നാലും മുകളിൽ മൈനസ് വന്നാലൊക്കെ സെയിം തന്നെയാണ്. അതായത് 1/2 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ -1/2 നമ്മൾ എടുത്തു. -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് 1ന് മൈനസ് 2ന് പ്ലസ് എന്നുള്ള മീനിങ് ആണ് അല്ലേ. പക്ഷേ 1/2ന് മൈനസ് എന്നുള്ള മീനിങ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ -1/2 എന്ന് പറഞ്ഞാലും 1/-2 എന്ന് പറഞ്ഞാലൊക്കെ സെയിം ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ താഴെ മൈനസ് വന്നാൽ മുകളിൽ മൈനസ് വന്നാലൊക്കെ ഒരേ മീനിങ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. ദിസ് ഇംപ്ലൈസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡി വൈ എന്നല്ല, എക്സും ഡി എക്സ് അങ്ങനെ കുണിക്കൊന്നും വേണ്ട, അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. എക്സ് പ്ലസ് വൈൻ്റെ കൂടെ വരുന്നത് ഡി എക്സ് പ്ലസ് ഡി വൈ എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഡി എക്സ് പ്ലസ് ഡി വൈൻ്റെ മീനിങ് എന്താണ് ശരിക്ക്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ എന്നാണ്. അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഡി മീൻസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ എന്നാണ്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ ഷോർട്ടായിട്ട്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് വൈ, ഡെറിവേറ്റീവ് ഓഫ് എക്സ്
പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയാൽ മതി. ദാറ്റ് ഈക്വൽ ടു മൈനസ് ഡി സെറ്റ്. നൗ ഇൻ്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ദെർഫോർ integration of x plus y into derivative of x plus y equal to മൈനസ് പുറത്തേക്ക് എടുക്കുക ഇൻ്റഗ്രൽ ഡി സെറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ലെഫ്റ്റിലുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഇത് സപ്പോസ് ഒരു യു ആണെന്ന് വിചാരിക്കുക, എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇൻ്റഗ്രൽ യു ഡി യു എന്നാണ് ഇത് വായിക്കുക. കറക്റ്റ് അല്ലേ? ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യണം എന്നുള്ളത് അല്ലേ. അതായത് എക്സ് സ്ക്വയർ ബൈ ടു എന്ന് വരിക അല്ലേ. ക്ലിയർ അല്ലേ? ഇതാ ഇവിടെ നമ്മൾ ചെയ്തല്ലോ, എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. അതേപോലെ ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? ഇൻ്റഗ്രൽ യു ഡി യു, യു സ്ക്വയർ ബൈ ടു. അപ്പോൾ അതേപോലെ ചെയ്താൽ മതി. യു ഒന്നും ആക്കണമെന്നില്ല അതിന് കേട്ടോ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ആ യുവിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ്? എക്സ് പ്ലസ് വൈ ആണ്. സോ വാട്ട്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു. ഓക്കെ അല്ലേ? ബിക്കോസ് ദിസ് ഈസ് ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ യു ഡി യു. നിങ്ങൾ പേര് മാറ്റുകയെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈനെ നിങ്ങൾ യു എന്ന് പേരിടുക എന്നുണ്ടെങ്കിൽ ഇത് യുവും ഇത് ഡി യു, ഡെറിവേറ്റീവ് ഓഫ് യു ആണ് അല്ലേ. യു ഡി യു ഈസ് വാട്ട്? യു സ്ക്വയർ ബൈ ടു. ക്ലിയർ? അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു. യുവിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ ആയതിനാൽ ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഡി സെഡ് മീൻസ് സെഡ്. ഓക്കെ അല്ലേ? ഇൻ്റഗ്രൽ ഡി സെഡ് എന്ന് പറഞ്ഞാൽ 1 ഡി സെഡ് എന്നാണ് അർത്ഥം. 1ൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? അതേ ഇൻറ്റു വേരിയബിൾ. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ്, ഇൻ്റഗ്രൽ ഡി വൈ എന്നൊക്കെ പറഞ്ഞാൽ ആ വേരിയബിളോട് എഴുതി കൊടുത്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ പ്ലസ്, ഓക്കെ അല്ലേ, പ്ലസ് C2. ഓക്കെ, നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ളത് പോലെ കോൺസ്റ്റൻ്റ് ഒരു ഭാഗത്തും ബാക്കിയുള്ളതിനൊക്കെ ഈ ഭാഗത്തും വെക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ബൈ ടു പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു C2. ഞാൻ പറഞ്ഞല്ലോ, ആ ബൈ 2 ബൈ 3 വന്നാൽ അതിനെ ഒഴിവാക്കണമെന്നൊന്നുമില്ല. അത് നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ആൻസർ കീലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക. അതുകൊണ്ടാണ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ക്യാൻസൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ താഴെ ഇവിടെ ഫ്രാക്ഷൻ വരുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്താൽ മതി. എല്ലായിടത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദിസ് ഇംപ്ലൈസ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കട്ടായി പോകും. ഇവിടെ 2z വരും ചെയ്യും ഈക്വൽ ടു 2C2. മൾട്ടിപ്ലൈ എല്ലായിടത്തും 2 കൊണ്ട് ചെയ്യണം, ഒരു ഭാഗത്തില്ല ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ടൈമിൽ 2 താഴത്തും വരുന്നതിനാൽ 2 വെട്ടിപ്പോവും. ഇവിടെ 2z ആവും, ഇവിടെ 2C2 ആവും. ഇതിനെ നമ്മൾ വി എന്ന് പേരിടുക. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻ്റ് മറ്റേ ഭാഗത്തും ഇവരൊക്കെ ഒരുമിച്ചൊരു ഭാഗത്തും വന്നു കഴിഞ്ഞാൽ ഉടൻ പേര് കൊടുക്കുക വി. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സൊല്യൂഷൻ വരുന്നത്. ദെയർഫോർ നമ്മൾ എൻവലപ്പ് എങ്ങനെയാണ്? യു ഈക്വൽ ടു എഫ് ഓഫ് വി എന്നാണ് അല്ലേ. ഇതും മറ്റും കേട്ടോ. എഫ് ഓഫ് യു കോമ വി ഈക്വൽ ടു 0 എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ യു ഈക്വൽ ടു എഫ് ഓഫ് വൈ, എഫ് ഓഫ് വി ഇംപ്ലൈസ് യു മീൻസ് ഫസ്റ്റ് സൊല്യൂഷൻ. വാട്ട് വാസ് ഫസ്റ്റ് സൊല്യൂഷൻ? ഫസ്റ്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടിയത് എക്സ് വൈ എന്നാണ് അല്ലേ. അപ്പോൾ എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് വി. വി മീൻസ് ദിസ് വൺ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് 2z. ഓക്കെ അല്ലേ?